രണ്ടിന്റെ അടുത്ത് പല തവണ പറഞ്ഞിട്ടുണ്ട് റോഡിലേക്ക് പോരുതെന്ന്. മാങ്ങ വറുക്കാൻ പോയതല്ലേ? റോഡിലാണ് മാങ്ങ പെറുക്കണത്. റോഡിലാ വീണത്. അതെ, നീ റോട്ടിൽ വീഴുന്ന മാങ്ങ ഒന്നും പെറുക്കാൻ നിൽക്കണ്ട. ഈ കോമ്പൗണ്ടിന്റെ അകത്ത് വീഴുന്നത് മാത്രം പെറുക്കിയാ മതി. നിന്നോടും കൂടിയാ. എനിക്ക് മാങ്ങ വിറ്റ് പൈസ ഉണ്ടാക്കാം. മാങ്ങ വിറ്റ് പൈസ അതൊക്കെ പിന്നെ ഉണ്ടാക്കാം. നടക്കങ്ങോട്ട്. ഞങ്ങള് മാങ്ങ വറുക്കാൻ പോയതാ. മാങ്ങ വറുക്കാൻ പോയതാ? അതിനാണ് ചേച്ചി വഴക്ക് പറഞ്ഞ പിള്ളേരെങ്ങനെ? ഓ, വക്കാലത്ത് പറയാൻ ആള് വന്നല്ല. എടാ, നിന്നെയൊക്കെ കണ്ടല്ലേ ഈ പിള്ളേര് പഠിക്കണത്. ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എന്തിനാണ് എന്നെ കണ്ട് പഠിച്ച? എന്തിനാണ് പ്രശ്നം? പഠിച്ച എന്താ പ്രശ്നം എന്നാ? പിള്ളേർക്ക് അനുസരണ ഉണ്ടാവില്ല, അത് തന്നെ പ്രശ്നം. മനസ്സിലായി. എന്നെ കണ്ട് പഠിക്കാതെ അളിയനെ കണ്ട് പഠിയടാ. അളിയനെ കണ്ട് പഠിമക്കളെന്ന് പറയാനായിരിക്കും അല്ലേ? അളിയനെ കണ്ട് പഠിച്ചാലേ കുറച്ചെങ്കിലും ബോധവും വിവരവും അനുസരണയും ഉണ്ടാവും. എന്നെ കണ്ട് പഠിച്ചാൽ ഉണ്ടാവില്ലേ? ഇല്ല. അല്ലേ മക്കളെ ആരെ കണ്ടു പഠിക്കൂടാ? ആ കണ്ട, കൊച്ചിന് വിവരമുണ്ട്. മക്കളെ, കേശുമാമനെ കണ്ടു പഠിച്ചാലേ ഉള്ള വിവരവും കൂടെ പോവും. പിന്നെ ആരെയാ കണ്ടുപിടിക്കണ്ടേ അമ്മ? ചേച്ചി, സിദ്ധോളേനല്ലേ കണ്ടുപിടിക്കണ്ടേ? അത് ഇപ്പൊ കാണിച്ചു തരാം. ഇച്ചിരി വെള്ളം എടുത്തോണ്ട് പാടാതായിക്കണം. ചേച്ചിക്ക് വേണമെങ്കിൽ ചേച്ചി പോയെടുത്ത് കുടി ചേച്ചി. എന്താണ് ഇച്ചിരി വെള്ളം എടുത്തോണ്ട് വരാൻ പറഞ്ഞുള്ളൂ? വേണേ പോയെടുത്ത് കുടി ചേച്ചി. പോയേച്ചി കണ്ട, അമ്മ പറഞ്ഞ കാര്യം കേശുമാമൻ അനുസരിച്ചാ? ഇല്ലല്ലോ. അപ്പൊ കേശുമാമൻ ചീത്തക്കുട്ടി. കുടിക്കാനേ കുറച്ച് വെള്ളം എടുത്തോണ്ട് വരുമോ? ദാഹിക്കുന്നോ? മക്കൾക്ക് ദാഹിക്കുന്നുണ്ടോടാ? ആ, എല്ലാവർക്കും എടുത്തോ. അളിയാ, വെള്ളം വേണോ? എനിക്കൊന്നും വേണ്ട. കണ്ട, അച്ഛനടുത്ത് പറഞ്ഞപ്പോ തന്നെ അച്ഛൻ വരുവോം ചെയ്ത് വെള്ളം എടുക്കാനും പോയി. അപ്പൊ നല്ല കുട്ടി ആരാ? നമ്മൾ ആര് പറഞ്ഞാ കേക്കണം, ആര് പറഞ്ഞാ അനുസരിക്കണം. ചീത്തക്കുട്ടി ആരാ? ആ, കേശുമാമൻ. കേശുമാമനോട് ബൈ പറ. ഓ, പാട്ടുകാരെ തേടി ടോപ്പ് സിംഗർ ഓഡിഷൻ UAE. 8-നും 15-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഓഡിഷനിൽ പങ്കെടുക്കാം. ഓഡിഷനിൽ അസാമാന്യ പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ടോപ്പ് സിംഗർ ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കാൻ അവസരം. പ്രവേശനം സൗജന്യം. രജിസ്റ്റർ ചെയ്യാൻ ഉടൻ വിളിക്കൂ. +971 5263 10876. വെള്ളം വേണമെന്ന് പറഞ്ഞിട്ട് അവരൊക്കെ അവിടെ പോയി ആളെ കളിയാക്കി. ഓ, ഈ ചെറുക്കനെ കൊണ്ട്. ഓ, എന്താ ചേച്ചി? എന്നതാടാ ഇത്? കട്ടില് കട്ടിന്റെ മണ്ടയ്ക്ക് എന്താ? തുണി. ഇതൊക്കെ ഒന്ന് മടക്കി വെച്ചോട്ടെ. ഇതൊക്കെ ഒരു മുറിയാണോ? ഞാൻ അത് മടക്കി വെക്കാ. കുറച്ച് കഴിഞ്ഞ് മടക്കി വെക്കാം. എടാ, നീ സിദ്ധുവിനെ കണ്ടു പഠിക്കടാ. ഞങ്ങളുടെ മുറി നോക്കിക്കേ. ആ ബെഡിൽ ഒരു തുണിയെങ്കിലും ഉണ്ടോ? ഒരു കർച്ചീഫ് എന്തെങ്കിലും ഉണ്ടോ? ഇല്ലല്ലോ. അഥവാ ഇമ്മ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ ആ സിദ്ധു മടക്കി വെക്കും. അത് സിദ്ധുവിന്റെ തുണി മാത്രമല്ലേ, എന്റെ ആണെങ്കിലും കല്ലുവിന്റെ ആണെങ്കിലും ആരുടെ തുണിയാണെങ്കിലും അവൻ മടക്കി വെക്കും. ഇതിൽ കൂടെ എന്താ പരിപാടി? പ്രത്യേകിച്ച് പണിയൊന്നുമില്ലല്ലോ. ഇല്ല, പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. മടക്കി വെക്കടാ. ഓ, മടക്കി വെക്കാം. ഓ, സിദ്ധുവിന്റെ 100 ഗുണങ്ങളിൽ ഒരെണ്ണം ഈ കഴുത്തേക്ക് ഉണ്ടായാൽ മതിയായിരുന്നു.